ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും ഫുൾ മൂൺ മെഡിറ്റേഷനെ കുറിച്ചിട്ടാണ്. ഈ ഫുൾ മൂൺ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയൊരു റിലീജിയസ് പ്രാക്ടീസ് ആയിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. നമുക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ നല്ല രീതിയിൽ ഫലം ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിൽ എങ്ങനെ ഫുൾ മൂൺ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതും അതേപടി തന്നെ ഇത് ആർക്കൊക്കെയാണ് ശരിക്കും നല്ല രീതിയിൽ എഫക്റ്റീവ് ആവുക എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ജനറലി എല്ലാവർക്കും തന്നെ ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ് ഫുൾ മൂൺ മെഡിറ്റേഷൻ. എന്നാലും ഈ പെർട്ടിക്കുലർ ഡേറ്റ് ഓഫ് ബർത്തുകളിൽ വരുന്ന ആളുകൾ ഫുൾ മൂൺ മെഡിറ്റേഷൻ ചെയ്യുക വഴി അവർക്ക് ജനറലി ഉണ്ടാകുന്ന അൺവാണ്ടഡ് ആങ്സൈറ്റീസ്, ടെൻഷൻസ്, ഡിപ്രഷൻ പോസിബിലിറ്റീസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അത് ആരൊക്കെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 2, 11, 20, 29. കാരണം ഇതെല്ലാം തന്നെ റൂളിംഗ് ബൈ മൂൺ ആണ് ശരിക്കും. അപ്പോൾ ഈ വ്യക്തികളെ സംബന്ധിച്ച് മൂണിന്റെ വലിയ ഒരു ഇമ്പാക്റ്റ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ വരുന്നുണ്ട്. അതേപടി തന്നെ ഡേറ്റ് ഓഫ് ബർത്തിനെ ടോട്ടൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 2 എന്നുള്ള സംഖ്യ ആണെങ്കിലും ആ വ്യക്തികളും ഈ ഫുൾ മൂൺ മെഡിറ്റേഷൻ ചെയ്യണത് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. ഒന്ന് നോക്കൂ, ഫുൾ മൂൺ അല്ലെങ്കിൽ പൗർണമി എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയിൽ തന്നെ വളരെയധികം എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തികളിലും അത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഫലങ്ങൾ സൃഷ്ടിക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ആസ്ട്രോളജിക്കലി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹനിലയിൽ, അതായത് ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് നീചരാശിയിൽ ഉള്ള ആളുകളാണെങ്കിൽ, അതേപടി തന്നെ ചന്ദ്രൻ നിൽക്കുന്ന സെയിം രാശിയിൽ തന്നെ സൂര്യൻ വരുന്നുണ്ടെങ്കിൽ, അപ്പൊ അത് ശരിക്കും അമാവാസിയോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഗ്രഹനിലയായിരിക്കും അത്. അതേപടി തന്നെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ തന്നെ രാഹുവോ കേതുവോ വരുന്നുണ്ടെങ്കിൽ ഇതിനെ ഗ്രഹണയോഗം എന്ന് പറയും. ഇങ്ങനെയുള്ള ആളുകളിലും നമ്മൾ ശരിക്കും അവരുടെ മനോബലം വളരെ കുറവായിട്ടുള്ളതും വളരെയധികം ടെൻസ്ഡ് ആയിട്ടിരിക്കുന്നതും എപ്പോഴും ആവശ്യമില്ലാത്ത ആങ്സൈറ്റീസ് ഉണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്കും ഈ തരത്തിലുള്ള ഫുൾ മൂൺ മെഡിറ്റേഷൻ വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ കലണ്ടറിൽ നോക്കിയിട്ട് നമ്മുടെ ഫുൾ മൂൺ നോട്ട് ചെയ്ത് വെക്കുക. വേറൊന്നും തന്നെ ചെയ്യാനില്ല. വൈകുന്നേരം ആകുമ്പോൾ മൂണിന്റെ വിസിബിലിറ്റി വരുന്ന സമയത്ത് ഒരു 30 മുതൽ 40 മിനിറ്റ് സമയം വെറുതെ ഈ മൂണിനെ വാച്ച് ചെയ്തിരിക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. ഈ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ എടുത്ത വഴിക്ക് നമ്മളെല്ലാവരും തന്നെ തോട്ട്സ് ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നതും അത്രയ്ക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതൊരു ലോങ് പ്രോസസ് അല്ലെങ്കിൽ ലോങ് പ്രാക്ടീസ് ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ആദ്യ ഘട്ടമായിട്ട് നമ്മൾ ശരിക്കും ഈ ഫുൾ മൂൺ മെഡിറ്റേഷൻ വളരെ എഫക്റ്റീവ് ആണ്. വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് അതിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കാം. എന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഈ മൂണിനെ ഇങ്ങനെ വാച്ച് ചെയ്തിരിക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല നല്ല തോട്ട്സ് നമ്മൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളെ ഒന്ന് ഓർക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ നടക്കാൻ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുക വഴി തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിനെ വലിയൊരു റിലീജിയസ് പ്രാക്ടീസ് ആയിട്ടൊന്നും കാണണ്ട. ഏറ്റവും ലളിതമായ രീതിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ മൂൺ ബാത്ത് കിട്ടുന്ന പോലെ ഇങ്ങിരുന്ന് നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ. താങ്ക് യു.